സൂറത്തിന്റെ പ്രത്യേകത. ഫളായിലു സൂറ അല്ലെ, ഇതിന്റെ പ്രത്യേകതയും സവിശേഷതയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഈ സൂറത്ത് ഓതാറുണ്ടായി. ഫഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫിസ് സുബ്ഹി യൗമൽ ജുമുഅ അലിഫ് ലാം മീം തൻസീൽ. ആ സൂറത്താണ്, സൂറത്ത് സജദയാണ് ആദ്യ റക്അത്തിൽ ഓതിയിരുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ വഫിസ്സാനിയ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹിർ ലം യകുൻ ഷൈഅൻ മദ്കൂറ എന്ന സൂറത്താണ് ഓതിയത്. ശരി, പിന്നെ ഈ സൂറത്തിനെ സംബന്ധിച്ച് ഒന്നുകൂടെ നമ്മൾ സൂറത്ത് മദനിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സൂറ മക്കിയാണ് എന്നും അഭിപ്രായമുണ്ട്, അല്ല മദനിയാണു എന്നും അഭിപ്രായം. അപ്പൊ ചില സൂറത്തുകളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ പ്രതിപാദിക്കുന്ന പ്രതിപാദ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയൊക്കെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പിന്നീട് വന്നതാണ്. ഏതായിരുന്നാലും മക്കിയാണ്, അതല്ല മദനിയാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. നമ്മളിവിടെ ആദ്യത്തിൽ പഠിച്ചത് മദനിയാണ് എന്നാണ്. ഇങ്ങനെ മക്കിയാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് അവിടെ പഠിച്ചു വെക്കുകയും ചെയ്യും. ഇനി നമ്മൾ സൂറത്തിലേക്ക് പ്രവേശിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറാ. ഇവിടെ നോക്കുക, ഹ ഹ ലെ ഹൽ, പിന്നെ എ ആ ഹ. അപ്പോ ഏകദേശം നമ്മൾ ഒരേ രൂപത്തിൽ ഉച്ചരിക്കുന്ന ആയത്തുകളാണ് ഇതൊക്കെ ഒക്കെ അല്ലെ. അൽ അതാ അലൽ ഇൻസാനി ഈനും മിനദ് ദഹർ എന്നിട്ട് ഒറ്റടിക്ക് നമ്മൾ അങ്ങനെ ഉച്ചരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓരോ അക്ഷരങ്ങളും ശ്രദ്ധയോട് കൂടിയിട്ട് ഉച്ചരിക്കാം. ഒന്ന് ഹ ഹ ലെ ഹ എന്നാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ. അപ്പൊ നമുക്ക് പിന്നെ ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ അക്ഷരങ്ങൾ ഓരോന്നും ഓർത്തിരിക്കാൻ പറ്റും, അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും പറ്റും. നോക്കുക, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഹൽ അതാ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നുവോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയോ ഒക്കെ. അതാ എന്ന് പറഞ്ഞാൽ വന്നു. വന്നു എന്നുള്ളതിന് നമുക്ക് വേറെയും അറബി വാക്ക് അറിയാം അല്ലെ. അറബിയിലുള്ള വേറൊരു വാക്ക് അതാ എന്ന് പറഞ്ഞാൽ ജാ. അപ്പൊ ഹൽ അതാ, ഹൽ അതാ ജാ എന്നുള്ള അർത്ഥത്തിലാണ്. അലൽ ഇൻസാൻ മനുഷ്യന്റെ മേൽ. ഹീനും മിനദ് ദഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീൻ എന്ന് പറഞ്ഞാൽ അവസരം, ഘട്ടം, സമയം. ഹത്താ ഹീൻ ഒക്കെ ഖുർആനിൽ വന്നിട്ടുള്ള പദങ്ങളാണ്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കും. ഒരു അവസരം, പിന്നെ അവസരം എന്നുള്ളതിന് ഉപയോഗിക്കും, ഘട്ടം എന്നുള്ളതിന് ഉപയോഗിക്കും, സമയം എന്നുള്ളതിനൊക്കെ ഹീൻ ഉപയോഗിക്കും. ദഹർ എന്ന് പറഞ്ഞാൽ കാലം. അപ്പോ ഒരു കാലം. ലം യകുൻ ഷൈഅൻ മദ്കൂറ അവൻ ആയിരുന്നില്ലാത്ത. ഷൈഅൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, മദ്കൂർ എന്ന് പറഞ്ഞാൽ പറയത്തക്ക, പ്രസ്താവിക്കപ്പെടുന്ന. മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടില്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഇതിൽ നമുക്ക് അർത്ഥം അറിയാത്ത ഒരു പദവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു അർത്ഥം അറിയലാകാനും പാടില്ല. എന്തായിരിക്കണം? ഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത എന്താണ്? അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. അപ്പോ ഒരുപാട് പദങ്ങൾ നമുക്ക് മുമ്പ് നമ്മൾ പഠിച്ചു പോയതാണ്. അപ്പൊ ഹൽ എന്നുള്ളതൊക്കെ ചെറുപ്പം മുതലേ ചോദ്യം നമ്മൾ ചോദിക്കുന്ന അല്ലെ. ഹൽ ഹാദ കലം, പിന്നെ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കല്ലോ. ഹൽ അതാ അലൽ ഇൻസാൻ, ഇൻസാൻ നമുക്കറിയാം. ഹീനും മിനദ് ദഹർ, ദഹറാണ് പിന്നെ ഇനിയൊന്ന് പഠിക്കേണ്ടത്. ദഹർ, ദഹർ എന്നുള്ളത് കാലം, അസർ എന്നൊക്കെ ഉള്ളത്. ലം യക്കുൻ, കാന യക്കൂനൊക്കെ അറിയാം, ഷെയ് അറിയാം. മദ്കൂർ, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർത്തു എന്നാണ്. അതാണ് മദ്കൂർ, ഓർക്ക, പറയത്തക്ക അല്ലെങ്കിൽ പ്രസ്താവിക്കപ്പെടുന്ന എന്നൊക്കെയാണ് മദ്കൂർ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇതിൽ വരുന്ന ചെറിയ തെജ്വീദ് നിയമങ്ങളെ വരുന്നുള്ളൂ. എന്നാൽ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ഇങ്ങനെ ആ കേൾക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റിയ ഒരു സൂറത്തുമാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഹൽ അതാ അലൽ ഇൻസാനി. ഇൻസാനി അവിടെ നമ്മൾ ഇൻസാനി എന്ന് പറയുന്നിടത്ത് അല്പം പഠിക്കണം. അല്പം പഠിച്ചാൽ മതി കേട്ടോ. ഹൈനും മീന അവിടെ നന്നായിട്ട് പഠിക്കണം. ആ മീമിന് മീം എന്നുള്ള അക്ഷരത്തിന് ഷദ് വന്നതുകൊണ്ട്. ലം യകുൻ ഷൈഅൻ അവിടെയും നമ്മൾ അല്പം പഠിക്കുക. ഷൈഅൻ മദ്കൂറ അവിടെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. അപ്പൊ ഇനി നിങ്ങൾ 1, 2, 3 തവണ ഒക്കെ ഇങ്ങനെ ഓതിയിട്ട് അതിങ്ങനെ കാണാതെ പഠിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം നമ്മുടെ മൈൻഡിലേക്ക് വരണം. എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് മൈൻഡിലേക്ക് വരിക. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയി. എന്താണ് അവനെപ്പറ്റി പല അർത്ഥത്തിൽ ഇതിനെ പറയാം. ഒന്ന് അവനെപ്പറ്റി പ്രസ്താവിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത. അപ്പൊ നമുക്കൊരു 50 വയസ്സായി വിചാരിക്കുക. 51 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട് ആരെങ്കിലും പറഞ്ഞു? നമ്മുടെ ഉമ്മ പറഞ്ഞിട്ടില്ല, നമ്മുടെ ഉപ്പ പറഞ്ഞിട്ടില്ല, അല്ലെ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരാളില്ല. അപ്പൊ അങ്ങനെ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മളില്ലാതെയും ഈ ലോകമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും, ഞാനില്ലെങ്കിൽ ഇതൊക്കെ അവതാളത്തിലാണ് എന്നാണ് ചില ആളുകളൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ചുക്കില്ല ഇവിടെ, അല്ലേ? നിങ്ങളില്ലെങ്കിലും നിങ്ങളില്ലാത്ത കാലത്ത് ഇവിടെ ലോകം നിലനിന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞാലും ഇവിടെ ലോകം നിലനിൽക്കും. അപ്പൊ നിങ്ങളില്ലാതെയും ഒക്കെ നടക്കും എന്നുള്ളതാണ്. ഇനി അതുമല്ലാതെ തന്നെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രസ്താവ്യമായ ഒരു വസ്തുവേ അല്ലാത്ത എന്ന് പറഞ്ഞാൽ ശേഷം വരുന്ന ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നു, അല്ലെ? അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ നിസാരനാണ്. ഹുലിക്കൽ ഇൻസാൻ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കാരണം ദഈഫ എന്നാണ്, അല്ലെ? ദഈഫാണ്, ദുർബലനാണ്. ആ നിലക്കാണ് വളരെ ദൗർബല്യത്തോടു കൂടിയിട്ടാണ് മനുഷ്യൻ. കാരണം മറ്റുള്ള ജീവികൾ നമ്മൾ എടുത്തു നോക്കിയാൽ ജന്മനാ തന്നെ അവർ ശക്തരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ലാ യഅലമൂന ഷൈആ ഒന്നും അറിയില്ലായിരുന്നു, അല്ലേ? ഒന്നും അറിയില്ല. വിശന്നാൽ കരയാനറിയും, അതിലപ്പുറം ചുക്കും അറിയില്ല. എന്നാൽ പിന്നീട് അതിനെയൊക്കെ കവച്ച് മറ്റുള്ള ജീവികളെയൊക്കെ കവച്ച് വെക്കുന്ന രൂപത്തിൽ ഉള്ള ശക്തിയും കഴിവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പൊ ആ ഒരു വസ്തുത, ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അതായത് നമ്മുടെ നിസ്സഹായാവസ്ഥ, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ شيئا مذكورا.